ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷും സുധീഷും ഒക്കെ രാത്രി നല്ലപോലെ അടികൂടുകയാണല്ലോ. അടിയുടെ ഇടയിൽ ചെന്നിട്ട് നമ്മുടെ നിധി ഒരു പാത്രം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ആ ശബ്ദം കേട്ട് ഈ അടി അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് നിധിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഓണോ വേണ്ട, ഒന്നും വേണ്ട. ഓണത്തിന് പൂക്കളിടാനും ആഘോഷിക്കാനും ഒക്കെ നടക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ കിടന്ന് തല്ലുന്നതല്ലേ, ഇവിടെ ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ടാണ് നിധി ചെന്ന് കിടന്ന് ഉറങ്ങണം കേട്ടോ. ഇവർക്കൊക്കെ ആകെ ടെൻഷനും വിഷമമൊക്കെ ആയെങ്കിലും ഭാസ്കരൻ പുറത്ത് നിന്നിട്ട് പറയും, പാട് കേട്ടോ മാവേലിയുടെ പാട്ട് എന്നിട്ട് പറയാനുണ്ട്, കള്ളവും ചതിയും അടിയും വഴക്കൊന്നുമില്ലാത്തൊരു കാലമായിരുന്നു അന്ന്. ഇനി ആ കാലം തിരിച്ചു വരുമോ, അതൊന്നും ഇവിടെയും കിട്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഭാസ്കരൻ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുധീഷിന് ഉറക്കമൊന്നും വരുന്നില്ല, ഹരീഷിനും. കാരണം ഇവർ രണ്ടുപേരും ആണല്ലോ അടികൂടിയതും പ്രശ്നങ്ങളുണ്ടാക്കിയതും. അപ്പം അതേ ഹരീഷ് ഇങ്ങനെ, എടാ നീ എന്തേ ഉറങ്ങിയില്ലേ? സുധീഷ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നീ എന്താ ഉറങ്ങിയില്ലേ? എടാ സോറിയടാ, ഞാനല്ലേ ആദ്യം അടി വന്നു, നീ ചൊറിയാൻ വന്നിട്ടല്ലേടാ. പിന്നല്ലാണ്ട് മര്യാദക്ക് നിന്നെ ചൊറിയാൻ വന്നതും പോരാ, എന്നാലും സീനാകെ നമ്മൾ കുളമാക്കിയില്ലേ. ഉടനെ തന്നെ നികേഷും ഉണർന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ലല്ലേ? എടാ നീയും ഉറങ്ങിയില്ലേ? ഇല്ലെന്നേ, നിങ്ങളുടെ സംസാരം കേട്ട് ഞാനും അങ്ങ് ഉണർന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല, എന്തോ ഒരു ടെൻഷൻ പോലെ. നമ്മൾ വെറുതെ വേണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഏട്ടത്തിക്ക് നല്ല ദേഷ്യമുണ്ട്, ഏട്ടത്തി വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. സുധീഷ് പറയുന്നുണ്ട്, എടാ അതൊന്നും അല്ല, നമ്മൾ അടികൂടിയോണ്ടുള്ള ദേഷ്യത്തിലല്ല അവൾ അങ്ങനെയൊക്കെ കാണിച്ചത്. അതെ, ഞാനും ഗായത്രിയും തമ്മിലുള്ള പ്രശ്നമില്ലേ, അതിൻ്റെ ചുരുക്കാണ്. ഞാൻ വന്ന സമയം മുതൽ അവൾ എൻ്റെ മുഖത്തേയും നോക്കിയിട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ ഹരീഷ് പറയാം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതൊന്നുമല്ല കാര്യം. ഇനിയിപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് തുടങ്ങാണ്. അതല്ല, പോട്ടെ, അതൊക്കെ പോട്ടെ, നമുക്ക് ഓണം ആഘോഷിക്കണ്ടേ, ഏട്ടത്തെ നമുക്ക് സന്തോഷിപ്പിക്കണ്ടേ, വേണം. പിന്നെ നിങ്ങളിങ്ങനെയൊക്കെ കിടന്നാൽ എങ്ങനെയാ? കിടന്ന് ഉറങ്ങടാ. ഇന്നിപ്പോൾ പോയി പൂവും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വല്ല കാര്യമുണ്ടോ? വാടിയ പൂവായിരിക്കും കിട്ടുന്നത്. നമുക്ക് നേരം വെളുത്തിട്ട് പോവാം. വെളുപ്പാങ്കാലം ഇവിടുന്ന് പോയാലേ നല്ല ഫ്രഷ് പൂ വരും. അത് ഫ്രഷ് പൂ ഇടണോ ചീത്ത പൂ ഇടണോ? ഫ്രഷ് ആയിട്ടുള്ള പൂ മതി. എന്നാൽ പിന്നെ കിടന്നുറങ്ങും, വെളുപ്പിനെ എണീക്കാം. നമുക്ക് നിധിക്കൊരു സർപ്രൈസും കൊടുക്കാം. അങ്ങനെ ഇവർ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ചെന്ന് പൂവൊക്കെ ഫ്രഷായിട്ട് വാങ്ങി വരികയാണ് അത്തോടാനായിട്ട് കേട്ടോ. നേരം നമ്മുടെ നിധിയാണെങ്കിൽ രാവിലെ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ, അയ്യോ ഇത്രയൊക്കെ ആയോ സമയം, ഞാൻ താമസിച്ച് പോയോ എണീക്ക് എന്നും പറഞ്ഞ് എണീറ്റ് അടുക്കളയിലും അവിടെയൊക്കെ നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. എല്ലാവരും എണീറ്റു, ആരെയും കാണുന്നില്ലല്ലോ. നിധി ചെന്ന് പല്ല് തേച്ച് കുളിച്ച് റെഡിയാവാണ്. ഇതിനിടയ്ക്ക് ഇവിടുത്തെ ആണുങ്ങളെല്ലാവരും കൂടി ചേർന്ന് പുറത്തു വന്നു പൂക്കളെല്ലാം തിരിക്കുകയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ആ സമയം സുമേഷ് സുധീഷിനോട് പറയാണ്, എടാ നിധി ഉറക്കം എണീറ്റ് കാണും, നീ അവളെ കൂടെ വിളിച്ചിട്ട് വാ. അതിനെന്താ ഏട്ടാ, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചാടി എണീക്കണത് നികേഷ് പറയാം, അയ്യടാ അങ്ങനെ ഇപ്പം പോകണ്ട, ഞാൻ പോയി വിളിച്ചോളാം. അങ്ങനെ അകത്തേക്ക് ചെല്ലാണ്. ഏട്ടത്തി വാ, നമുക്ക് പൂക്കളൊക്കെ ഇടാം, പൂവൊക്കെ വന്നിട്ടുണ്ട്. നിധിയുടെ മുഖം അത്ര തെളിച്ചൊന്നുമില്ല ഏട്ടാ, തലേദിവസത്തെ പ്രശ്നമാണ്. എന്താ ഏട്ടത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സന്തോഷത്തോട്ടിരിക്കും, നല്ലൊരു ദിവസമല്ലേ, വാ. എല്ലാവരും പൂക്കളം ഒക്കെ ഇട്ട് തുടങ്ങി. എന്നിട്ടും നിധി വേണ്ടാതെ നിൽക്കുമ്പം നികേഷ് പറയാം, ഇന്നലത്തെ പ്രശ്നം ഓർത്തിട്ടാണോ ഏട്ടത്തി ഇങ്ങനെ? അതൊന്നും ഓർത്ത് ഏട്ടത്തി ടെൻഷൻ ആവേണ്ട, അവരൊക്കെ സെറ്റായി. ഇന്നലെ രാത്രി തന്നെ അവരൊന്നായിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. ഏട്ടത്തിയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, വന്നേ നല്ലൊരു ദിവസമായിട്ട് ഏട്ടത്തി ഇങ്ങനെ മുഖം വീർപ്പിക്കില്ലേ. എന്നാ വാ. അങ്ങനെ നികേഷിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുകയാണ്. സുമേഷ് വാ 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 എല്ലാവരും വാ നിധി, നമുക്ക് ഒരുമിച്ചിരുന്ന് പൂക്കളിടാം. അങ്ങനെ പൂക്കളിടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവാണ് കേട്ടോ. പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാണ് വട്ടത്തിലിരുന്ന്. അപ്പോൾ അതേ ഭാസ്കരൻ സൈക്കിൾ ചവിടി സ്പീഡിൽ വരും കേട്ടോ. കയ്യിലൊരു കവറും ഉണ്ട്. നിർത്ത് പൂക്കളിടല്ലേ, ഞാൻ വന്നോട്ടെ. എന്താ കാര്യം? എടാ മണ്ടന്മാരെ, ഇങ്ങനെയാണെടാ പൂക്കളിടുന്നത്. ചുമ്മാ അങ്ങ് വലിച്ചു വാരി കുറേ പൂ ഇട്ടാൽ പൂക്കളാവോ? ഞാൻ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക്, ചാണക. അയ്യേന്ന് സുധീഷ്. എന്തയ്യേ? ചാണകം ആദ്യം തറയിൽ മെഴുകണം, അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തൊരു ചാണകം ഉരുട്ടി ഉണ്ട വയ്ക്കണം, അതിൻ്റെ പുറത്ത് ആദ്യം ഒരു പൂ വയ്ക്കണം, എന്നിട്ട് വേണം 4 പടും ചുറ്റിലും പൂ വയ്ക്കാനായിട്ട്. ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. അതാകുമ്പോൾ കാറ്റത്ത് പറന്നു പോകുകയില്ല, അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇതൊക്കെ പഴമക്കാർ മുതലേ ഉള്ള ശീലമാണ്. അല്ലാതെ ഇനിയിപ്പോൾ എത്ര ടൈലിട്ട് തറയാണെങ്കിൽ പോലും ചാണകം മെഴുകിയിട്ട് വേണം വയ്ക്കാൻ, അറിയോ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ മാറിക്കൊടുക്കുക, അങ്ങനെ തന്നെ ചെയ്യട്ടെ. അപ്പം നിധിയും പറയാം, അത് ശരിയാ, ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പണ്ടൊക്കെ ചെയ്തു വന്നിരുന്നത്. അതെയോ? അപ്പം പിന്നെ അച്ഛൻ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു ഭാസ്കരനെ പെട്ടെന്ന് തന്നെ ചാണകം എടുത്ത് മെഴുകാണ്. അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് മെഴുകി അതിനെ നടുക്ക് ചാണകം ഒഴിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് പറയാം, ഇനി എന്ത് വേണം നിങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് മാറട്ടെ. ഇനി ഇതിൻ്റെ പുറത്ത് ഇരുന്നും അത്തപ്പൂടുക എന്ന് വെച്ചാൽ സുധീഷിനെ പറ്റാത്തൊരു കാര്യമല്ലാത്ത സ്മെല്ല് വരാണ്. നിധി പറയുന്നുണ്ട്, വാ നികേഷ് നമുക്കിടാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടും പൂക്കളെ ഇടാണ് കേട്ടോ. അന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇടുന്നത്. ഒരു അടിയും വഴക്കും ഒക്കെ അവർ മറക്കണം. അങ്ങനെ
ഭാസ്കരനും ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പൂക്കളമൊക്കെ ഇടുമ്പോൾ ഇവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. ഇതിനിടയിൽ കൂടെ നമ്മൾ സുധീഷ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിധിയും സുധീഷും കൂടെ ഇരിക്കുന്ന ആ ഒരു സെൽഫി അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് സ്റ്റാറ്റസ് ഇടുവാണ് കേട്ടോ. ഇതിൻ്റെ ഭാര്യയുടെ അത്തപ്പൂക്കളം എന്ന് പറഞ്ഞിട്ട് വൈഫ് പൂക്കളം ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടും കൂടെ. നിധി അറിയുന്നില്ല. അതിനിടയ്ക്ക് ദിവ്യ വിളിക്കുന്നുണ്ട്, നിധിയുടെ കൂട്ടുകാരി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നിധി അകത്ത് ചെന്ന് ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോഴാണ് സുധീഷിൻ്റെ സ്റ്റാറ്റസ് കാണുന്നത്. നിധിക്ക് നല്ല ദേഷ്യം വരാണ്. ഇതിനിടയ്ക്ക് ഗായത്രി ആണെങ്കിലും വീട്ടിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ്. വീട്ടിൽ ആ സമയം കൂട്ടുകാരികളെല്ലാം ഓണത്തിന് വേണ്ടി വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു കൂട്ടുകാരി മാത്രം പോയിട്ടില്ല. കാരണം ഗായത്രിയുടെ ഈ ഒരു അവസ്ഥ, അവൾ എന്തെങ്കിലും കടുകൈ ചെയ്ത് കളയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ആ കുട്ടി വന്ന് പറയാണ്, ഗായത്രി നീ എന്തിനാ വിഷമിച്ചിരിക്കണേ, ഇത് പോട്ടെ. ഇതും പറഞ്ഞ് എനിക്കിന്നിപ്പം വീട്ടിൽ പോവേണ്ടതാണ്, ഞാൻ ഇനി പോകുന്നില്ല, നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഗായത്രി ഫോണെടുത്ത് ജസ്റ്റ് നോക്കുമ്പോൾ സുധീഷിൻ്റെ ഈ സ്റ്റാറ്റസും കൂടെ കാണുകയാണ്. വൈഫ് ഇങ്ങനെ ഇടുകയാണെന്നും ഇടുകയാണെന്നും പറഞ്ഞുകൊണ്ട് അതും കൂടെ കാണുമ്പോൾ ഗായത്രി ആകെ പൊട്ടി തകർന്നു പോയി കരയാണ് കേട്ടോ അവിടെ ഇരുന്നും കൊണ്ട്. അപ്പോൾ നിധി ഇത് കാണുകയാണോ. നിധി ആണെങ്കിൽ ഫോൺ പുറത്തേക്ക് എടുത്തുകൊണ്ട് നിന്ന് സുധീഷിനെ അങ്ങോട്ട് ചെറഞ്ഞൊരു നോക്കുക. സുധീഷിനെ കാര്യം പിടിയിട്ട് അയ്യോ കുഴപ്പമായോ, സ്റ്റാറ്റസ് കണ്ടു, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാം, അതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ സുധീഷ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാണ് കേട്ടോ. അതോടെ നിധിക്കും സമാധാനമായി. അത് കഴിഞ്ഞ് അവർ അടുത്ത പാചകത്തിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ റെഡിയാക്കാണ്. പപ്പടം പൊരിക്കുകയും കാവറിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് തലേ ദിവസമൊക്കെ റെഡിയാക്കണത്. അപ്പോൾ സുധീഷ് പെട്ടെന്ന് നിധിയുടെ അടുത്ത് നിന്ന് ഒരു സ്വപ്നം കാണുകയാണ്. നിധി നല്ല പുടവയൊക്കെ ഉടുത്ത് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു പാട്ടും ഒക്കെ ആയിട്ട് റൊമാൻറ്റിക് സീൻ അങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ. കാവറുത്തോണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ടാണ് അറിയാണ്ട് ചെന്ന് ആ വറുത്ത എണ്ണയിലേക്ക് കൈയിടുക. അയ്യോ എൻ്റെ കൈ പൊള്ളിയേന്ന് പറഞ്ഞ് ഉച്ചത്തി വിളിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്താ സുധീഷ്? ഒന്നുമില്ല, അതിന് കൈ പൊള്ളാൻ വേണ്ടി എണ്ണ ചൂടായില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും സുധീഷ് ചമ്മിപ്പോയി കേട്ടോ. ഓരോ സ്വപ്നങ്ങളും കൊണ്ട് വന്നേക്കണമെന്ന് നികേഷ് പറയാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യം പിടിയിട്ട് എന്തോ ചിന്തിച്ചു നിധിയെ വെച്ചിട്ട്. അപ്പം തന്നെ സുമേഷ് പറയാം, എടാ മര്യാദയ്ക്ക് അടുക്കളയിൽ നിൽക്കാമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ ചട്ടകം വെച്ച് പഴിപ്പിച്ച് വച്ച് തരും കേട്ടോ എന്ന് പറഞ്ഞ് വരട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹരീഷാണെങ്കിൽ നീതുവിന് വേണ്ടിയിട്ട് നല്ലൊരു ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട്, ചുരിദാർ. അത് വാങ്ങി നേരെ നീതുവിനെ കാണാൻ പോവാട്ടോ. അപ്പം നീതുവിന് അത് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് പറയാം, എടി നാളെ ഓണമാണ് ഞങ്ങളെ വീട്ടിൽ, പിന്നെ നീ വരണം ഊണ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീട്ടിലോ അതൊന്നും എനിക്ക് അറിയണ്ട, അത് നീ എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്തോ, പക്ഷേ നീ ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് കഴിക്കുമ്പോൾ നീ ഞങ്ങളോട് ഉണ്ടാവണമെന്ന് പറയാം. നീതുവിന് അത് സന്തോഷമാവുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഹരീഷ് പറഞ്ഞിട്ടുണ്ട്, ഏട്ടത്തി വന്നിട്ട് നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഓണമാണെന്നും കൂടെ പറയുമ്പോൾ ചെറിയൊരു കുശുമ്പ് വരുന്നുണ്ട് കേട്ടോ നീതുവിന്. ഏട്ടത്തി വന്നതിൻ്റെതാണല്ലേ, അല്ലാതെ വേറൊന്നും അല്ല, എന്നാലും സാരമില്ല. ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ നീതു തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഹരീഷ് നീ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പം അന്ന് രാത്രിയാണെങ്കിൽ സുമേഷ് ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ട് കടയിലൊക്കെ പോയി എല്ലാവർക്കുള്ള ഓണക്കോടിയായിട്ടാണ് വരുന്നത്. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവണിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ കയ്യിലെന്ന് ചോദിക്കുമ്പം ഇത് ഓണക്കോടിയാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവട്ടെ. ഓരോരുത്തർക്കുള്ളത് ഓരോരുത്തരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഭാസ്കറിനുള്ളതും കൊടുക്കുകയാണ്. ഭാസ്കറിന് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സുമേഷിൻ്റെ ഇടയ്ക്ക് കെട്ടിപ്പിടിച്ച് സുമേഷ് ഏട്ടാന്നും പറഞ്ഞു കൂടെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുക കേട്ടോ. അന്നേരം നിധി പറയുന്നുണ്ട്, മോളെ വാ അങ്ങോട്ട് വാന്ന് പറയാം. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുക. അപ്പോൾ നിധി പറയാണ്, നമുക്ക് എല്ലാവരും കൂടെ നിന്നൊരു സെൽഫി എടുത്താലോ എന്ന്. ആ സന്തോഷത്തിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെൽഫി എടുക്കാൻ എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലോ. ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളും ആഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്ന എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.